ആ കല്ലറ ശൂന്യമായിരുന്നു. കോടതി മുറിയിൽ കേസ് നടക്കുക. രണ്ട് സൈഡിൽ നിന്നും തെളിവുകളൊക്കെ നിരത്തി വാദമങ്ങ് മുറുകുന്നു. അപ്പോൾ ഇതാ കോടതിയിലേക്ക് ഒരു സാക്ഷി വരികയാ, നിർണായകമായ തെളിവുള്ളൊരു സാക്ഷി. ഈ സാക്ഷി പറയുന്ന തെളിവ് ഈ കേസിന്റെ വിധിയെ നിശ്ചയിക്കും എന്നതുപോലെ ഇവിടെ പറയാ, ഈ സുവിശേഷത്തിന്റെ സന്ദേശത്തെ ശരിവെക്കാൻ, അതിനെ ഉറപ്പിക്കാൻ മനുഷ്യന്റെ ചരിത്രത്തിലേക്ക്, മനുഷ്യന്റെ ചരിത്രം എന്ന കോടതി മുറിയിലേക്ക് ദൈവം ഇറങ്ങി വന്നതാണ് ഈ സന്ദേശം. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സുവിശേഷത്തിന് ദൈവം സാക്ഷി നിന്നത് എവിടെ? ശരിക്ക് കേൾക്കുക, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ. ഇതേ യെരുശലേമിൽ യേശുവിനെ ക്രൂശിൽ തറച്ചു, കല്ലറയിൽ അടക്കി. മൂന്നാം മല വന്ന് യേശു ഉയർത്തു എന്ന് പ്രസംഗിക്കുന്ന എളുപ്പമാണ്, കാരണം നിങ്ങളാരും ഇപ്പോൾ പെട്ടെന്ന് പോകാൻ സാധ്യതയില്ല. പക്ഷെ ഒന്നാമത്തെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 2 നടക്കുന്ന നമ്മുടെ കവലയിലല്ലല്ലോ. എവിടാ? യെരുശലേമിലാ. എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പത്രോസ് പ്രസംഗം കൊള്ളാം, നമുക്കൊന്ന് കല്ലറ വരെ പോയിട്ട് വന്നാലോ എന്ന് ചിന്തിച്ചവർ ആ കൂട്ടത്തിലും കണ്ടേക്കും. അവർ പോയി നോക്കിയപ്പോഴും ആ കല്ലറയിൽ യേശുവിൻ്റെ ശരീരമില്ലായിരുന്നു. ഇന്നിപ്പോ നിരീശ്വരവാദികൾ, സ്വതന്ത്ര ചിന്ത, ഏത്തിസം, ഫ്രീ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിള്ളേരെയൊക്കെ ഭയങ്കര ക്യാൻവാസ് ചെയ്ത് ഇതെല്ലാം വെറുതെയാടാ, ഇതൊന്നും ഒന്നുമില്ല. അപ്പോൾ ആ ശരിയാ, ഞാൻ ഓർത്ത് പാസ്റ്റ് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ, ഒന്നും കാണത്തില്ല. കേട്ടോടാ ശരിക്ക്, എല്ലാ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം ഉണ്ടായിരുന്നെങ്കിൽ 2000 വർഷം പോയിട്ട് 2 മണിക്കൂർ പോലും ആ പ്രസംഗം അവിടെ കാണത്തില്ലായിരുന്നു. പക്ഷെ ഇന്നും ഈ പ്രസംഗം ഇവിടെ നടക്കുന്നെങ്കിൽ ആ കല്ലറ ശൂന്യമായിരുന്നു. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയിൽ ഉറങ്ങുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നത് ആരെയാ? ഉയർത്തെഴുന്നേറ്റ, കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനെ അല്ലേ? എന്താ അത് കാണിക്കുന്നത്? സുവിശേഷം ശരിയെന്ന് പറയാൻ ദൈവത്തിന്റെ വിരൽ അടയാളമാണത്. ആർക്കും കണ്ണിക്കാൻ കഴിയാത്ത നിലയിൽ, ഒരു ശത്രുവിനും എതിർക്കുന്നവന് പോലും കണ്ണിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിന്റെ ഫിംഗർ പ്രിന്റ് ഓഫ് ഗോഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻ.